നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടലാണ് കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാട്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാട്. കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥാപനം. ജില്ലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഏത് സ്ഥാപനമാണ്? സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രം SCOC. സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ കേന്ദ്രമാണ് ജില്ലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിന്റെ ചുമതല മുഴുവൻ ജില്ലാ കളക്ടർക്കായിരിക്കും. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ്? 1858 ജൂൺ 18. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ്? 1858 ജൂൺ 18-നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി? 1857 മെയ് 10. 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? മീററ്റിൽ വെച്ചിട്ടാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബീഹാർ സിംഹം എന്നറിയപ്പെട്ടത് ആരാണ്? കൻവർ സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബീഹാർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് കൻവർ സിംഗ് ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് വിപ്ലവകാരികൾ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവ് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് വിപ്ലവകാരികൾ ഭരണാധികാരിയായി അവരോധിച്ച മുഗൾ രാജാവ് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1957 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രയേലി ആണ്. 1957 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രയേലി. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകമേതാണ്? നൈട്രജൻ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന അന്തരീക്ഷ വായുവിലെ ഘടകമേതാണ്? നൈട്രജൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം? നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര്? കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേരെന്താണ്? കുഞ്ഞൻ പിള്ള. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര്? ബാബ ആംതെ. ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ബാബ ആംതെ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല ഏത് ഭാഷയിലാണ്? കന്നഡ. സാൻഡൽവുഡ് എന്നറിയപ്പെടുന്ന സിനിമാ മേഖല കന്നഡ ഭാഷയിലാണ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത്? ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ്
ഫൈബ്രിനോജിൻ. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ചൗരി ചൗര സംഭവം 1922. 1922 നടന്ന ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം. സിംഗപ്പൂർ. സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? സിംഗപ്പൂർ. എന്താണ് മെലോഫോബിയ? സംഗീതത്തോടുള്ള പേടി. മെലോഫോബിയ എന്താണ്? സംഗീതത്തോടുള്ള പേടി. ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ. ശബ്ദത്തിന്റെ ഉച്ചത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ലോകത്തിലാദ്യമായി മത്സര പരീക്ഷകൾ നടത്തി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് ലോകത്തിലാദ്യമായി മത്സര പരീക്ഷകൾ നടത്തി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത രാജ്യം. ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിര അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈന. ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിര അംഗത്വമുള്ള ഏക ഏഷ്യൻ രാജ്യം ചൈനയാണ്. ലോകത്തിൽ തന്നെ ആദ്യമായി ആഭ്യന്തര സന്തുഷ്ടി അളക്കാൻ ആരംഭിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാൻ. ഭൂട്ടാനാണ് ലോകത്തിൽ തന്നെ ആദ്യമായി ആഭ്യന്തര സന്തുഷ്ടി അളക്കാൻ ആരംഭിച്ച രാജ്യം. ബംഗ്ലാദേശിൽ നിന്നുള്ള ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് പാവങ്ങളുടെ ബാങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ആദ്യത്തെ നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. പാവങ്ങളുടെ ബാങ്കർ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാഠ്മണ്ഡു, നേപ്പാൾ. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് സാർക്കിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജരാമണ്ണ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജാരാമണ്ണ. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയുള്ള തകഴിയുടെ നോവൽ ഏതാണ്? തലയോട്. പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കിയുള്ള തകഴിയുടെ നോവലാണ് തലയോട്. ഇന്ദ്രനീലത്തിന്റെ രാസനാമം എന്താണ്? അലുമിനിയം ഓക്സൈഡ്. അലുമിനിയം ഓക്സൈഡ് ഇന്ദ്രനീലത്തിന്റെ രാസനാമമാണ്. മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? റൂബിയോള. മീസിൽസ് അല്ലെങ്കിൽ 5-ാം പനി എന്നറിയപ്പെടുന്ന രോഗമാണ് റൂബിയോള. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? മദർ ഹൗസ്, കൊൽക്കത്ത. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? കൊൽക്കത്തയിലെ മദർ ഹൗസിലാണ്. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് ആരാണ്? പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് ആരാണ്? പട്ടം എ താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ചത് പട്ടം എ താണുപിള്ളയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തിരുവിതാംകൂറിലെ സംഭവ വികാസം എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936. 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യ മലയാളിയാണ് ഡോക്ടർ ജോൺ മത്തായി. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാറൽ മാർക്സിന്റെ ജീവചരിത്രം രചിച്ചത് ആരാണ്?
സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാറൽ മാക്സിന്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ്. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് എന്തിനാണ്? ഖരപദാർത്ഥങ്ങൾക്കാണ്. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങൾക്കാണ്. ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ തോതിൽ വികാസം സംഭവിക്കുന്നത് എന്തിനാണ്? വാതകങ്ങൾക്കാണ്. ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ തോതിൽ വികാസം സംഭവിക്കുന്നത് വാതകങ്ങൾക്കാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. ഖാസി ഖാരോ കുന്നുകൾ ഏതു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മേഘാലയ. ഖാസി ഖാരോ കുന്നുകൾ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭേദഗതി 42. ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭേദഗതി 42. മനുഷ്യ ശരീരത്തിലെ 4 തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കൊമ്പല്ല്, ചവർണകം, അഗ്രചവർണകം. മനുഷ്യ ശരീരത്തിലെ 4 തരം പല്ലുകളാണ് ഉളിപ്പല്ല്, കൊമ്പല്ല്, ചവർണകം, അഗ്രചവർണകം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയെ എന്തു വിളിക്കുന്നു? ഡെന്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയെ ഡെന്റൈൻ എന്ന് വിളിക്കുന്നു. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? ചവർണകം, അഗ്രചവർണകം. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചവർണകവും അഗ്രചവർണകവും. ഉമിനീരിലെ രാസാഗ്നികൾ ഏതെല്ലാം? സലൈവറി അമിലേസ്, ലൈസോസൈം. ഉമിനീരിലെ രാസാഗ്നികളാണ് സലൈവറി അമിലേസും ലൈസോസൈമും. രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏതാണ്? 1984. ആദ്യമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അദ്ദേഹം യാത്ര നടത്തിയ വർഷം 1984 ആണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നിവയെല്ലാം നേടിയ ആദ്യത്തെ വ്യക്തി? സത്യജിത് റായ്. സത്യജിത് റായ് ആണ് ആദ്യമായിട്ട് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം ഇതെല്ലാം നേടിയത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡിക്ക് കാരണമായ ചരക്ക് തീവണ്ടി പുറപ്പെട്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്? തിരൂർ. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡിക്ക് കാരണമായ ചരക്കു തീവണ്ടി പുറപ്പെട്ടത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്.